കൊച്ചി മെട്രോ തൂണിൽ ഒരാഴ്ചയിലധികം കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 1:30 ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീമും ചേർന്നാണ് പൂച്ചയെ താഴെയിറക്കിയത്. തോപ്പുംപടിയിലെ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് പൂച്ച. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഇങ്ങനെ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു പൂച്ചയെ രക്ഷപ്പെടുത്തുന്നൊക്കെ. അങ്ങനെ രാത്രി പൂച്ചയെ ഒടുവിൽ രക്ഷപ്പെടുത്തി. മെട്രോ സർവീസ് പൂർത്തിയാക്കിയ ശേഷം നിലവിലെ പൂച്ചയുടെ അവസ്ഥ എന്താണ്, എങ്ങനെയുണ്ട് പൂച്ചയുടെ ആരോഗ്യനില എന്നൊക്കെയാണ് പറയുന്നത്. തോപ്പുംപടിയിലല്ലേ? എൽദോ, ഈ പൂച്ചയെ എത്തിച്ചത് ഇവിടെ തോപ്പുംപടിയിൽ ആശുപത്രിയിലായിരുന്നെങ്കിൽ ഇവിടുന്ന് മറ്റു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട്, കാരണം ഇവിടെ ഡോക്ടറുടെ സർവീസ് രാത്രിയിൽ ഉണ്ടായിരുന്നില്ല. രാത്രി 1:30 മണി വരെ ഏതാണ്ട് പൂച്ചയുടെ റെസ്ക്യൂ തുടരേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ തോപ്പുംപടിയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയോളം പൂച്ച മെട്രോ പില്ലറിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 11:30 കൂടിയാണ് രക്ഷാദൌത്യം തുടങ്ങിയത്. അത് ആനിമൽ റെസ്ക്യൂ ടീമും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം ചേർന്നിട്ടാണ് റെസ്ക്യൂ നടത്തിയിരുന്നത്. ഒരു സാഹചര്യത്തിൽ ഈ ഗർഡറുകൾക്കിടയിലുള്ള ചെറിയ വിടവുകളിലേക്ക് പൂച്ച കയറിപ്പോയതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത്. ഇപ്പോൾ ശരിക്കും പൂച്ചയുടെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ചിട്ട് അത് ഇത്തരം ബഹളങ്ങൾ കണ്ട് ഭയപ്പെടുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആൾക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ അത് വിസിബിൾ ആകാത്ത ഒരു സ്ഥലത്തേക്കോ ഒളിക്കുന്ന ഒരു രീതിയും അതിനുണ്ട്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ അതിനെ രക്ഷിക്കുക ദുഷ്കരമാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് രക്ഷാദൌത്യം നടത്തുക ദുഷ്കരമാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നീട് അത് മാറ്റിവെക്കുകയും, പക്ഷെ അതേസമയം ഈ ആനിമൽ ലവേഴ്സ് വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പൂച്ച ഒരാഴ്ചയെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിന്റെ ആരോഗ്യനില അവശനിലയിലാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ പൂച്ചയെ രക്ഷിക്കുന്ന ദൌത്യം എത്രയും വേഗം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൃഗസ്നേഹികളുടെ സംഘടന അവിടെ എത്തിയതും അവർ പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തത്. തുടർന്ന് വീണ്ടും രക്ഷാദൌത്യം തുടങ്ങുകയുണ്ടായി. ഒരു 3 മണിയോടുകൂടി വീണ്ടും രക്ഷാദൌത്യം പുനരാരംഭിക്കുകയുണ്ടായി. അതിനുശേഷം അതായത് അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി എത്തിയ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയത്, അത് ഹൈഡ്രോളിക് ലിഫ്റ്റാണ്, അതിന് കംപ്ലൈന്റ് ആയ ഒരു സാഹചര്യത്തിൽ വീണ്ടും അത് കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് മെട്രോ സർവീസ് ഉൾപ്പെടെ അതിന്റെ വൈദ്യുത ലൈൻ വിശേഷ ഉൾപ്പെടെ ചെയ്ത ശേഷം, അതായത് അവിടുത്തെ ട്രാഫിക് ഗതാഗത നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വന്നു. വലിയ ഗതാഗത നിയന്ത്രണമായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. വലിയ തരത്തിൽ നഗരത്തെ മുഴുവൻ സ്തംഭാവസ്ഥയിലാക്കുന്ന